വരുമാനം കുറവുള്ള ആളുകൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ഇൻകം കൂട്ടുന്നത് തന്നെയാണ് നല്ലത് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും പല സ്റ്റഡീസും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ വരുമാനം കുറഞ്ഞ ആളുകൾക്ക് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാം. ആ പഠനങ്ങളും അവിടെ പറയുന്ന സ്റ്റെപ്സും ഒരു സാധാരണക്കാരന് പോലും ആക്ഷനബിൾ ആവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ബെറ്റർ ആകും എന്ന്. പക്ഷേ ഇത് മുഴുവനായും ശരിയല്ല. പല പഠനങ്ങളും പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ അവയർനെസ് കൂടും. അതായത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള അവയർനെസ് കൂടും. പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ ബെറ്റർ ആകും എന്ന് ക്ലിയർ ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ എന്താണ് ഈ ഫിനാൻഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിന് ഒരുപാട് റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഒരുപാട് ആളുകൾ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ റിസ്കിൽ ചെന്ന് വീഴുന്നത്? ഇനി അതല്ലെങ്കിൽ ബഡ്ജറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ കൃത്യമായിട്ട് എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് മനസ്സിലായിട്ട് പോലും, അതല്ലെങ്കിൽ അത് അറിയാമായിട്ട് പോലും മിക്ക ആളുകൾ എന്തുകൊണ്ടാണ് എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കാത്തത്? ഇനി ഇതൊന്നും അല്ലെങ്കിൽ പല പർച്ചേസുകളും നമ്മളെ കൊണ്ട് സാധിക്കില്ല, അതല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോലും ചിലതൊക്കെ നമ്മളെ തന്നെ ആവശ്യമില്ലാതെ കൺവിൻസ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഫിനാൻഷ്യൽ അവയർനെസ് കൃത്യമായിട്ടുണ്ട്. അതായത് ബഡ്ജറ്റ് ചെയ്യുന്നത് നല്ലതാണ്, ക്രെഡിറ്റ് കാർഡും ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു വലിയ ട്രാപ്പാണ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം EMI കൊടുത്ത് വാങ്ങിക്കരുത്, ഇങ്ങനത്തെ ഫിനാൻഷ്യൽ അവയർനെസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ ആ തരത്തിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്ക ആളുകളുടെയും പ്രോബ്ലം ഫിനാൻഷ്യൽ അവയർനെസ് അല്ല, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറും കൂടിയാണ്. അപ്പോൾ ഓരോ സമയം നമ്മളൊരു വീഡിയോ കാണുമ്പോഴോ അതല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്ന സമയത്തോ നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറും അതിനോട് അലൈൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറിൽ കൃത്യമായിട്ടുള്ള മാറ്റം വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ ബെറ്റർ ആക്കിക്കൊണ്ട് നമുക്കിത് ചെയ്യാം എന്ന് ഓരോ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. ആ സമയത്ത് നമുക്ക് വളരെ വ്യക്തമാകും നമുക്ക് ഇൻകം വളരെ കുറവാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന്. പോയിന്റ് നമ്പർ 1, നമ്മൾ ബഡ്ജറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള എക്സ്പെൻസസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാവരും ലേസിയാണ്. നമുക്കാർക്കും ഇത് കൃത്യമായിട്ട് ചെയ്യുന്നതിൽ താല്പര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്നെ പോലെ നിങ്ങൾക്ക് മടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, രണ്ടാമത് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടുക. അതാണ് നമ്മുടെ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യാനുള്ള അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ വേണം നമ്മൾ നമ്മുടെ UPI സെറ്റപ്പ് ചെയ്യാൻ, ഡെബിറ്റ് കാർഡ് കൊണ്ട് നടക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. നമ്മുടെ സാലറി വരുന്ന നമ്മുടെ മെയിൻ അക്കൗണ്ടിന് നമ്മൾ കയ്യിൽ ഒരു ഡെബിറ്റ് കാർഡ് പോലും കൊണ്ട് നടക്കരുത്. അതിൽ കിടക്കുന്ന പൈസ നമുക്ക് ഈസിലി അക്സസിബിൾ ആവുന്ന രീതിയിൽ UPI സെറ്റപ്പ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് നമ്മൾ പണം എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെടേണ്ടതായിട്ട് വരണം. ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവും ഈ മാസം ഞാൻ എൻ്റെ എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെച്ച പണം തീരാറാകുന്നുണ്ടോ, അതോ ഓൾറെഡി തീർന്നോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ എക്സ്പെൻസ് ഞാൻ വെച്ചിരുന്ന ബഡ്ജറ്റിന് മുകളിൽ പോയോ എന്നുള്ളൊരു റഫ് ഐഡിയ നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു പരിപാടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മാർഗം വളരെ സിമ്പിൾ ആണ്, പക്ഷേ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗമാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെ ഒരു ബഡ്ഡി, അതല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ എക്സ്പെൻസ് മാനേജ് ചെയ്ത് കൂടെ നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് അടിപൊളിയാണെന്ന് നമുക്ക് ഒക്കെ തോന്നാറുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പേയ്മെന്റ് വരാറായോ, അതല്ലെങ്കിൽ നീ ഈ മാസം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് കൂടുതലാണ്, അതല്ലെങ്കിൽ നീ പുറത്തുപോയി ആഹാരം കഴിച്ചത് ഈ മാസം കുറച്ച് ഓവറായിട്ടുണ്ട്, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിന്ന് പറയാൻ സാധിക്കുന്ന ഒരു ബഡ്ഡി നമുക്കുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനും എൻ്റെ ബിസിനസ് പാർട്ട്ണറും ഇപ്പോൾ ചേർന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലൊരു AI ബഡ്ഡിയെയാണ്. ഇവിടെ ആപ്പോ സോഫ്റ്റ്വെയറോ വെബ്സൈറ്റോ ഒന്നും ആവശ്യമില്ല. ഇപ്പം എന്നെ പോലെ ബഡ്ജറ്റ് ചെയ്യാൻ ഒരുപാട് മടിയുള്ള ആളുകൾക്കും നമ്മുടെ ഫിനാൻസ് ഒക്കെ കുറെ ബെറ്റർ ആവണം എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് ടു ഏർലി ആണ്. ഒരു 2 or 3 months എങ്കിലും മിനിമം എടുക്കും അത് ലോഞ്ച് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് മെൻഷൻ ചെയ്തപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു Google ഫോം കൊടുക്കാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ട്രയൽ സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പോയിന്റ് 1ലെ ബേസിക് ടേക്ക് അവേ എന്താണ്? പറ്റുമെങ്കിൽ കൃത്യമായിട്ട് ബഡ്ജറ്റ് മാനേജ് ചെയ്യുക. ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സെക്കൻഡറി ആയിട്ടുള്ള അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ അക്കൗണ്ട് നമ്മുടെ എക്സ്പെൻസിന് വേണ്ടി മാത്രമായിട്ടും യൂസ് ചെയ്യുക. ഇനി പോയിന്റ് നമ്പർ 2, അപ്പോൾ നമ്മുടെ സാലറി വന്നു, നമ്മുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ സാലറി 10,000 രൂപയാണെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് 7,000 രൂപ ഞാൻ എൻ്റെ എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് കരുതാം. ബാക്കിയുള്ള എൻ്റെ പണത്തിൽ ഒരു 500 രൂപ
അതല്ലെങ്കിൽ 100 രൂപ, അതല്ലെങ്കിൽ 700 രൂപ, എത്രയെങ്കിലും ആയിക്കോട്ടെ, വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, അത് ഞാൻ സേവിങ്സിലേക്ക് മാറ്റുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഓട്ടോമേറ്റ് ചെയ്യണം. അതായത് ഇന്നാണ് എനിക്ക് സാലറി കിട്ടുന്നതെങ്കിൽ കൃത്യമായിട്ട് നാളെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ സേവിങ്സിലേക്ക് ഇത്ര എമൗണ്ട് ഓട്ടോ ഡെബിറ്റ് ആയി പോകുന്നത് പോലെ സെറ്റപ്പ് ചെയ്ത് വെക്കണം. ഇത് ഏത് തരത്തിലുള്ള സേവിങ്സ് ആണ് എന്നുള്ളത് ഇറെലവൻ്റ് ആണ്. നിങ്ങൾക്ക് RD തുടങ്ങാം, അതല്ലെങ്കിൽ വേറൊരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. അത് നിങ്ങൾ ഒരു സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കുക. ഇനി ഇത് ഓട്ടോ ഡെബിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ജയ്പാൽ ഇന്ത്യയുടെ 2020 നടന്ന ഒരു സ്റ്റഡീസ് പറയുന്നത്, ഓട്ടോ ഡിഡക്ഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികളുടെയും സേവിങ്സ് 40% വരെ വർദ്ധിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് ഒരു 2-3 മാസത്തേക്കുള്ള നിങ്ങളുടെ ഹോൾ എക്സ്പെൻസ് ഈ സേവിങ്സ് അക്കൗണ്ടിൽ കാണുന്നത് പോലെ നിങ്ങൾ സേവ് ചെയ്ത് മാറ്റിവെക്കുക. ഇങ്ങനെ മാറ്റിവെക്കുന്നതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എമർജൻസി ഫണ്ട് എന്ന് വിളിക്കാം. വേൾഡ് ബാങ്കിന്റെ 2014 ഒരു സ്റ്റഡി പറയുന്നത്, എമർജൻസി ഫണ്ട് ഉള്ള ഹൗസ് ഹോൾഡുകൾ ഡെറ്റ് ട്രാപ്പിൽ വീഴാനുള്ള ചാൻസ് 70% കുറവാണ് എന്നാണ്. അതായത് മോശമില്ലാത്ത എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കടക്കണിയിൽ വീഴാനുള്ള ചാൻസ് 70% കുറവാണ് എന്നാണ്. അപ്പോൾ ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് വെറും എമർജൻസി ഫണ്ട് മാത്രമല്ല, ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു വലിയ കടക്കണി ഒഴിവാക്കുന്ന ഒരു സൂപ്പർ പവർ കൂടെയാണ്. ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോഴോ അതല്ലെങ്കിൽ ഫിനാൻസിന്റെ വീഡിയോ, ഇൻവെസ്റ്റിംഗ് വീഡിയോ കാണുമ്പോൾ ഓടിപ്പോയി സേവിങ്ങും ഇൻവെസ്റ്റിംഗും ചെയ്യുന്ന ശീലം നമ്മൾ മാറ്റിവെക്കുക. ഈ പ്രോപ്പർ ആയിട്ടുള്ള ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും, അത് 100 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും 500 രൂപയാണെങ്കിലും അത് കൃത്യമായിട്ട് സേവിങ്സിലേക്ക് മാറ്റുന്നത് പോലെ സെറ്റപ്പ് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. ഇനി പോയിന്റ് നമ്പർ 3, അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ ഒരു ഐഡിയയോട് വലിയൊരു പ്രൊപ്പണന്റ് ഒന്നും അല്ല. നമുക്ക് വളരെ മോശം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെയുള്ള എക്സ്പെൻസസ് കട്ട് ചെയ്യാൻ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമുക്ക് ശ്രമിക്കാം. പക്ഷെ അതല്ലാതെ നമ്മൾ പുറത്തുപോയി ആഹാരം കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്, അതല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നത് ഇഷ്ടമാണ്, ട്രിപ്പ് പോകുന്നത് ഇഷ്ടമാണ്, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ പിശുക്കുന്ന രീതിയിലേക്ക് പോകുന്നതിന്റെ ഒരു വലിയ പ്രൊപ്പണന്റ് അല്ല ഞാൻ. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് അതറിയാമായിരിക്കും. കാരണം നമ്മൾ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്ന് മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് സ്പെൻഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പിശുക്കി പഠിച്ചാൽ, അതായത് പിശുക്കി ശീലിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെക്കുന്നത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, നിങ്ങളുടെ വരുമാനം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ വരുമാനം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 2-3 മാസം ഒന്ന് മെനക്കെട്ട് ചെറിയ സ്കില്ലൊക്കെ ഉണ്ടാക്കിയാൽ പോലും മോശമില്ലാത്ത സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ മാർഗങ്ങൾ അവൈലബിൾ ആണ്. അങ്ങനെ പണം തികയാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യുന്ന വർക്ക് ഇന്ന് തന്നെ തുടങ്ങുക. ഇപ്പൊ മീൻ വൈൽ അതായത് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് കട്ട് ചെയ്യാം. നമുക്ക് ചെറിയൊരു പിശുക്കനാവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ടെമ്പററി ബേസിസിലായിരിക്കണം. എല്ലാ കാലവും ഒരു പിശുക്കനായിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. സോ ഓൾവേസ് ഫോക്കസ് ഓൺ ഇൻകം. ഇനി പോയിന്റ് നമ്പർ 4. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും ആദ്യം തന്നെ ഞാൻ പറയുന്നത്, സാലറി കിട്ടിയാൽ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി ചെലവുകളും കാര്യങ്ങളും എല്ലാം അതിനുശേഷം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻകം വളരെ കുറവായിട്ടുള്ള ആളുകളെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ ഇൻകം വളരെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതെന്താണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെയൊക്കെ ഇൻകം വളരെ കുറവായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മടി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, ഇത്രയും ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്തിനാണ്? അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവാണ് എന്നൊരു ഫീലിംഗ്. രണ്ടാമത്തെ ഫീലിംഗ് എന്താണ്? എൻ്റെ ഗോൾസ്, അതായത് എനിക്ക് അച്ചീവ് ചെയ്യേണ്ട എൻ്റെ ഗോൾസ് ഒരുപാട് ദൂരെയാണ്. അത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ എത്താനായിട്ട് ഒരുപാട് വർഷമെടുക്കും. ഈ 2 തരത്തിലുള്ള ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ടാണ് ചെറിയ ഇൻകം ഉള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗോൾസ് നമ്മൾ ഷോർട്ട് ആക്കണം. എന്നിട്ട് മൈക്രോ ഇൻവെസ്റ്റിംഗ് ചെയ്ത് നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ സാലറി ഇപ്പോൾ 10,000 രൂപയാണ് എന്ന് വെക്കുക. ഞാൻ ആദ്യം എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യേണ്ട ഗോൾ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ ഇൻവെസ്റ്റിംഗ് പോർട്ട്ഫോളിയോ 10,000 രൂപയിൽ എത്തിക്കും എന്ന് വേണം എൻ്റെ ആദ്യത്തെ ഗോൾ ഞാൻ സെറ്റ് ചെയ്യാൻ. അതായത് എൻ്റെ ഒരു മാസത്തെ വരുമാനം 10,000 രൂപയാണ്. ഞാൻ അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പോർട്ട്ഫോളിയോ 10,000 രൂപയിൽ എത്തുക എന്നുള്ളത്. എനിക്ക് ഒരു മാസം ഇപ്പോൾ 500 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെക്കുക. പിന്നെ എനിക്ക് കിട്ടുന്ന ബോണസും എനിക്ക് സൈഡായിട്ട് കിട്ടുന്ന ചെറിയ പൈസ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട്
ഒരു 20 മാസത്തിൽ താഴെയുള്ള സമയം കൊണ്ട് എനിക്ക് 10,000 രൂപയിൽ എത്താൻ സാധിക്കും. ഇനി ഞാൻ ഓരോ മാസവും 1000 രൂപ വെച്ചിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മേ ബി 10 മാസമോ അതിൽ താഴെയുള്ള സമയം കൊണ്ട് എനിക്ക് 10,000 രൂപയിൽ എത്താൻ സാധിക്കും. അങ്ങനെ 10,000 രൂപയിൽ എത്തിയതിനു ശേഷം എൻ്റെ അടുത്ത മൈക്രോ ഇൻവെസ്റ്റിംഗ് ഗോള് ഞാൻ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യുക. അങ്ങനെ 2-3 മൈക്രോ ഇൻവെസ്റ്റിംഗ് ഗോള് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക. ഈ ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് നമ്മുടെ ബിഹേവിയറിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു പ്രോപ്പറായിട്ടുള്ള കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനുശേഷം നമ്മൾ ലോങ് ടേമിലുള്ള ഗോൾസ് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. 5 വർഷത്തേക്കുള്ള ഗോൾ, അതല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം കുട്ടികളുടെ പഠനത്തിനായിട്ട്, അതല്ലെങ്കിൽ ഒരു വീട് വെക്കാനായിട്ട്, അത് ഗോൾസ് എന്തും ആയിക്കോട്ടെ. അങ്ങനെ ലോങ് ടേമിലുള്ള ഗോൾസ് നമ്മൾ എടുക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം കൂട്ടാനും ശ്രമിക്കുക. ഇൻകം കൂട്ടാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് കീ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും അതിനോടൊപ്പം തന്നെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയ, അതായത് വളരെ കുറച്ച് ഇൻകം ഉള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാൽ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറും ആ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനോട് കൂടി തന്നെ അലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക, എക്സ്പെൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ മടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സ്പെൻസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്, ഒരു വളരെ ചെറിയ എമൗണ്ട് എങ്കിലും സേവിങ്സിലേക്ക് മാറ്റിവെക്കുക. 100, 500, 700 എത്രയാണെന്ന് വെച്ചാൽ വളരെ കുറച്ച് എമൗണ്ട് എങ്കിലും സേവിങ്സിലേക്ക് മാറ്റിവെക്കുക. ആ പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തത്, അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് കട്ട് ചെയ്യുക. ടെമ്പററി ആയിട്ട് ഒരു പിശുക്കനായി മാറുക. പക്ഷെ ഇത് ലോങ് ടേമിൽ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ലോങ് ടേമിൽ നമ്മുടെ ഇൻകം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, പിശുക്ക് ഒഴിവാക്കാനും ശ്രമിക്കുക. 4, ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ബിഹേവിയർ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് മുന്നോട്ട് പോയതിനു ശേഷം ലോങ് ടേം ഗോൾസിലേക്ക് പതിയെ കടക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. മിനിമം ഇൻകം ഉള്ള ഒരാൾക്ക് പോലും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാനും എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സും ചേർന്ന് ബിൽഡ് ചെയ്യുന്ന ആ എക്സ്പെൻസ് ബഡ്ഡിയുടെ കാര്യം മറന്നു പോകേണ്ട. പറ്റുമെന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആയ ആളുകൾക്ക് ഉറപ്പായിട്ടും ഞാൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ആദ്യം ട്രയൽ വെർഷൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.